ജനിച്ചതെന്ന്? ഉത്തരം 1909. ടീച്ചർ ഇന്നത്തെ ചിന്താ വിഷയം അവതരിപ്പിക്കുന്നതിനായി 3Bയിൽ നിന്ന് ശ്രീനിധിയെ ക്ഷണിക്കുന്നു. അനുസരണവുമായി 3Bയിൽ നിന്ന് നയോമിക വിനോദ്. വർഷം 2004. ഉത്തരം 2004 ജൂൺ 19. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം. വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ കളയും. എന്നാൽ കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വായന മനുഷ്യനെ പൂർണ്ണനാക്കും. വായനയിലൂടെയും എഴുത്തിലൂടെയും പരമാവധി അറിവ്. എന്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 19 അന്തരിച്ചത് മലയാളികൾക്ക് വായന വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഞാൻ ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് വിട്ടയക്കുക എന്ന കവിത. കാലാമണി അമ്മയുടെ വിട്ടയക്കുക എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ്. വിട്ടയക്കുക Respected teachers and my dear friends, today I am here to present a review of a book which I have read recently. Alice in Wonderland is a famous fantasy story by the great author Lewis Carroll. Alice in Wonderland വാർത്തകൾ വായിക്കുന്നത് 3ാം ക്ലാസ്സിൽ നിന്നും പ്രിയ ഫാത്തിമ. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. എല്ലാവർക്കും വായനാ ദിനാശംസകൾ. അതിശക്തമായ മഴ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നിലമ്പൂർ. It is the memory of P.N. Panikkar, the father of Indian library movement. They aims to promote the habits of reading books. Thank you. ഉയരങ്ങളിൽ എത്തിക്കും. വായനയ്ക്ക് വേണ്ടി ദിവസവും കുറച്ചു സമയം മാറ്റിവെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിന് കാരണമാകും. എല്ലാവർക്കും എൻ്റെ വായനാ ദിന ആശംസകൾ. അല്ലെങ്കിൽ യൂട്യൂബ് കാണും. ഈ 2 കാര്യമാണ് നമ്മളെ പ്രധാന ജോലി, ഇല്ലേ? അപ്പൊ നമുക്ക് ഇത് കാണുന്നത് കൊണ്ട് നമുക്ക് എന്തില്ല? ക്ഷമയില്ല. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അമ്മയുടെ അടുത്ത് വീട്ടിൽ ചെന്ന് പറയും, അമ്മ ചോറ്, ഒരു തവണ പറയും, 2ാമത്തെ തവണ, 3ാമത്തെ തവണ എന്ന് പറയും, എന്നൊക്കെ വിളിക്കൂലേ? കഥകൾ വായിക്കണം, അതുപോലെ എന്ത് ചെയ്യണം? കഥകൾ എഴുതണം. അവാർഡുകൾ, ജ്ഞാനപീഠ പുരസ്കാരം, പത്മശ്രീ, പത്മവിഭൂഷൺ, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ദേശീയ ചലച്ചിത്ര പുരസ്കാരം.